വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ M4 Edu Arena 2290. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ യൂണിറ്റായ എ റോബോട്ട് വിത്ത് എ വൈറസ് എന്നുള്ള ചാപ്റ്റർ. അപ്പോൾ എ റോബോട്ട് വിത്ത് എ വൈറസ് എഴുതിയത് ആരാണ്? പെഡ്രോ പാബ്ലോ സാക്രിസ്റ്റൻ എഴുതിയ എ റോബോട്ട് വിത്ത് എ വൈറസ് എന്നുള്ള യൂണിറ്റ് ആണ്. ഒരു സ്റ്റോറിയാണ്. ആ സ്റ്റോറിയാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു ബോയും റോബോട്ടിന്റെയും സ്റ്റോറിയാണ്. ഒരു ബോയുടെ റോബോട്ടിന്റെ സ്റ്റോറിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. വാട്ട് ആർ സം കോമൺ ടാസ്ക് ദാറ്റ് റോബോട്ട്സ് ക്യാൻ പെർഫോം? നമ്മൾ റോബോട്ട്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലേ? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് റോബോട്ട് പെർഫോം ചെയ്യുന്നത്? ആ വാട്ട് ആർ സം കോമൺ ടാസ്ക് ദാറ്റ് റോബോട്ട്സ് ക്യാൻ പെർഫോം? റോബോട്ട് എന്തൊക്കെ ചെയ്യും? നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യും? ഗാർഡനിങ് ചെയ്യാം, വാഷിംഗ് ക്ലോത്ത്സ്, ക്ലീനിങ് ഹൗസ്, വാഷിംഗ് ഡിഷസ്, കുക്കിംഗ് ഫുഡ്, ഇതെല്ലാം ആര് ചെയ്തു തരും? റോബോട്ട് ചെയ്തു തരും. ഹാവ് യു എവർ സീൻ ഓർ ഹെഡ് ഓഫ് എ റോബോട്ട് ദാറ്റ് ഹെൽപ്സ് വിത്ത് ഹൗസ് ഹോൾഡ് കോഴ്സ്? വീട്ടുജോലികളൊക്കെ ചെയ്യുന്ന റോബോട്ടിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യെസ്. ഏത് റോബോട്ടിനെ കുറിച്ചാണ് കേട്ടിട്ടുള്ളത്? എബൌട്ട് സോഫിയ എന്ന് പറയുന്ന ഒരു റോബോട്ടിനെ കുറിച്ച് നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഓക്കെ. ഇഫ് യു ഗെറ്റ് ദി സർവീസസ് ഓഫ് എ റോബോട്ട് അറ്റ് ഹോം, വാട്ട് വിൽ യു മേക്ക് ഡു? ഓക്കെ, നമ്മുടെ വീട്ടിൽ ഒരു റോബോട്ടിന്റെ സർവീസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ റോബോട്ടിനോട് പറയും? നമ്മൾ ആദ്യം പറയുന്നത് എന്തായിരിക്കും? ഹോംവർക്ക് ചെയ്യാൻ പറയും അല്ലേ? എന്തൊക്കെ പറയും? പിന്നെ നമുക്ക് പാത്രം കഴുകാൻ പറയാം, ക്ലീൻ ചെയ്യാൻ പറയാം, എല്ലാം പറയാം. എന്താ പറയാ? ഞാൻ എന്തോ പറയും? ഐ ടെല്ലിംഗ് ടു റോബോട്ട് വാഷിംഗ് വെസൽസ്, പിന്നെ റൈറ്റിംഗ് മൈ ഹോംവർക്ക് ആൻഡ് ക്ലീനിങ്, അങ്ങനെ തുടങ്ങിയ ഒരുപാട് ജോലികൾ ഞാൻ റോബോട്ടിനെ കൊണ്ട് നമുക്ക് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ? അപ്പൊ റോബോട്ടിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ലിസ്റ്റ് സം ഓഫ് ദ ഗാഡ്ജറ്റ്സ് ആൻഡ് ഡിവൈസസ് യൂസ്ഡ് അറ്റ് ഹോം. നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഗാഡ്ജറ്റിന്റെയും ഡിവൈസിന്റെയും ഒക്കെ പേരൊന്ന് പറയാമോ? ഏതൊക്കെ ഡിവൈസ് ആണ്? നമ്മൾ മിക്സർ ഗ്രൈൻഡർ ഉപയോഗിക്കും, അയൺ ബോക്സ് ഉപയോഗിക്കാറുണ്ട്, TV ഉപയോഗിക്കാറുണ്ട്, ഫോൺ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയുള്ള ഗാഡ്ജറ്റുകളും ഡിവൈസസും ഒക്കെ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്നതാണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ജസ്റ്റ് ഒരു ഇൻട്രോ പോലെ പറയുന്നതേ ഉള്ളൂ. ഓക്കെ, നമുക്ക് സ്റ്റോറിയിലേക്ക് പോവാം. ലെറ്റ്സ് റീഡ് ദ സ്റ്റോറി. ഓക്കെ. എ റോബോട്ട് വിത്ത് എ വൈറസ് എഴുതിയത് ആരാണ്? പെഡ്രോ പാബ്ലോ സാക്രിസ്റ്റൺ ആണ് എഴുതിയത്. റൈറ്റിനെ കുറിച്ച് നമുക്ക് ലാസ്റ്റിൽ ഒന്ന് നോക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഇറ്റ് വാസ് എ സണ്ണി മോർണിംഗ്. The vibrant golden sunlight danced across the streets. It cast warm hues upon the housetops. The air was crisp and refreshing. The sunbeams peeped into Ricky's room through the skylight. He was still in bed. He was a young boy of 11. അപ്പൊ ആരെക്കുറിച്ചാണ് ഇത് പറയുന്നത്? ഇത് ആരുടെ സ്റ്റോറിയാണ്? ഇത് റിക്കി എന്ന് പറയുന്ന ഒരു ബോയുടെയും റോബോട്ടിന്റെയും സ്റ്റോറിയാണ് നമ്മൾ പറഞ്ഞു. അപ്പൊ എന്താ, ഒരു ദിവസം രാവിലെ അവൻ അങ്ങനെ വൈബ്രന്റ് ഗോൾഡൻ സൺലൈറ്റ് ഡാൻസ്ഡ് അക്രോസ് സ്ട്രീറ്റ്സിലൂടെ ഇങ്ങനെ നമ്മുടെ ഗോൾഡൻ സൺലൈറ്റ് ഒക്കെ ഇങ്ങനെ ഡാൻസ് ചെയ്തു. അതായത് നേരം വെളുത്തു എന്നാണ് അതിന്റെ അർത്ഥം. ഇറ്റ് വാസ് എ സണ്ണി മോർണിംഗ് അല്ലേ? ഇറ്റ് കാസ്റ്റ് വാം ഹ്യൂസ് അപ്പോൺ ദ ഹൗസ് ടോപ്സ്. ദ എയർ വാസ് ക്രിസ്പ് ആൻഡ് റിഫ്രഷിംഗ്. ദ സൺബീംസ് പീപ്ഡ് ഇൻ റിക്കീസ് റൂം. ദ സൺബീം, സൂര്യരശ്മികള്, പീപ്ഡ് എന്ന് പറഞ്ഞാൽ എന്തുവാ? എത്തി നോക്കി. റിക്കിയുടെ റൂമിലോട്ട് ഇങ്ങനെ എത്തി നോക്കുവാണ്. എന്താ? ഹി വാസ് സ്റ്റിൽ ഇൻ ബെഡ്. സൂര്യപ്രകാശമൊക്കെ ഇങ്ങനെ അടിച്ചിട്ടും റിക്കി ഉണർന്നിട്ടുണ്ടോ ബെഡിൽ നിന്ന്? ഇല്ല. ഹി വാസ് എ യങ് ബോയ് ഓഫ് 11. 11 വയസ്സുള്ള ഒരു കുട്ടിയാണ് ആര്? റിക്കി എന്ന് പറയുന്നത്. ഇതുവരെയും ഉറക്കം എഴുന്നേറ്റിട്ടില്ല. റിക്കി lived in a lovely futuristic house which had everything you can ever want. But he was slovenly in his habits. He just threw his belongings all over the place. എന്താ പറയുന്നത്? റിക്കി ഒരു മടിയനായ കുട്ടിയായിരുന്നു അല്ലേ? ബട്ട് ഹി വാസ് സ്ലോവൻലി ഇൻ ഹിസ് ഹാബിറ്റ്സ്. അവന്റെ ശീലങ്ങളെല്ലാം വളരെ മടിയുള്ള ശീലങ്ങളായിരുന്നു അവനുള്ളത്. പിന്നെന്താണ് അവന്റെ പ്രത്യേകത? ഹി ജസ്റ്റ് ത്രൂ ഹിസ് ബിലോങ്ങിങ്സ് ആൾ ഓവർ ദ പ്ലേസ്. എല്ലാ സ്ഥലത്തും അവന്റെ ബിലോങ്ങിങ്സ് എല്ലാം വലിച്ചു വാരി എറിയും. നിങ്ങളൊക്കെ അങ്ങനെയാണോ ചെയ്യാറുള്ളത്? നമ്മൾ എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ടൈഡി ആയിരിക്കണം അല്ലേ? അപ്പോൾ റിക്കി എന്താണ് ചെയ്യുന്നത്? അവന്റെ ബിലോങ്ങിങ്സ് എല്ലാം വലിച്ചു വാരി, അവന്റെ റൂമിന്റെ പിക്ചർ കണ്ടില്ലേ, വലിച്ചു വാരി അവിടെ എറിയുന്നതായിരുന്നു റിക്കിയുടെ ക്യാരക്ടർ, ഹാബിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഹിസ് മദർ ഹാഡ് ടു കളക്ട് ഹിസ് ബിലോങ്ങിങ്സ് ഫ്രം ഓൾ കോർണേഴ്സ് ഓഫ് ദ ഹൗസ്. അവന്റെ അമ്മ എല്ലാ കോർണറിലും ചെന്ന് ഇവന്റെ സാധനങ്ങൾ അടുക്കി അടുക്കി വെക്കുന്നതായിരുന്നു അമ്മയുടെ പണി അല്ലേ? അവന്റെ റൂമൊക്കെ കിടക്കുന്നുണ്ടല്ലേ, ബാഗ് ഒരു സൈഡില്, ഡസ്റ്റ്ബിൻ ഒരു സൈഡില്, ബോൾ ഒരു സൈഡിൽ, ഇങ്ങനെയൊക്കെ ബെഡ്ഷീറ്റ് തറയിൽ കിടക്കുന്നു. അപ്പൊ ഇവന്റെ റൂം ഒരു വൃത്തിയില്ലാത്ത ഒരു റൂമായിരുന്നു. റിക്കി എന്ന് പറയുന്ന ഒരു മടിയനായ കുട്ടിയായിരുന്നു അല്ലേ? അടുക്കും ചിട്ടയും ഒന്നും ഇല്ലാത്ത ഒരു കുട്ടിയായിരുന്നു റിക്കി. ഹിസ് മദർ ഹു വാസ് ദ മാനേജർ ഓഫ് എ ബാങ്ക്. അമ്മ ആരായിരുന്നു? ബാങ്ക് മാനേജർ ആയിരുന്നു. ലെഫ്റ്റ് ഇൻ ദ മോർണിംഗ് ഫോർ വർക്ക്. രാവിലെ തന്നെ ജോലിക്ക് പോകും. ഷി ഓൾവേസ് ഹാഡ് വർക്ക് ഫോർ റിക്കി. റിക്കി കീപ് യുവർ സ്കൂൾ ബാഗ്സ് ഇൻ ദ സ്റ്റഡി റൂം. എപ്പോഴും
എന്താ പറയുന്നത് റിക്കി? കീപ് യുവർ സ്കൂൾ ബാഗ് ഇൻ ദ സ്റ്റഡി റൂം. നീ നിന്റെ സ്കൂൾ ബാഗ് ഒക്കെ എവിടെ കൊണ്ടുവയ്ക്കൂ? സ്റ്റഡി റൂമിൽ കൊണ്ടുവയ്ക്കൂ. റിക്കി പുട്ട് യുവർ ക്ലോത്ത്സ് ഇൻ ദ വാഷിംഗ് മെഷീൻ. റിക്കി നീ നിന്റെ ക്ലോത്ത്സ് എല്ലാം എവിടെ കൊണ്ടുവയ്ക്കൂ? വാഷിംഗ് മെഷീനിൽ കൊണ്ടിട്ട് കഴുകൂ. റിക്കി വാഷ് യുവർ ടിഫിൻ ബോക്സ്. റിക്കി നീ ടിഫിൻ ബോക്സ് കഴുകൂ. റിക്കി അയൺ യുവർ ടീഷർട്ട് ആൻഡ് ട്രൗസേഴ്സ്. നിന്റെ ടീഷർട്ടും ട്രൗസേഴ്സ് ഒക്കെ നീ ഒന്ന് അയൺ ചെയ്യൂ. ആൻഡ് സോൺ. അങ്ങനെ 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 അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ബട്ട് ഹി വാസ് ഓൾവേസ് പ്ലേയിങ്. അവൻ എപ്പോഴും കളിച്ചുകൊണ്ടേയിരിക്കും. റിക്കി ഡിഡിൻ ഹെൽപ്പ് മച്ച് അറൌണ്ട് ദ ഹൗസ്. വീട്ടുകാര്യങ്ങളൊന്നും റിക്കി സഹായിക്കത്തേയില്ല. ബട്ട് ഹി വാസ് ആസ് എക്സൈറ്റഡ് ആസ് ഹിസ് പേരൻസ് വെൻ ദേ ബോട്ട് ദ ലേറ്റസ്റ്റ് മോഡൽ ഓഫ് എ ബട്ട്ലർ റോബോട്ട്. അപ്പൊ അവന്റെ പേരൻസ് എന്ത് വാങ്ങി? ലേറ്റസ്റ്റ് മോഡൽ ഓഫ് എ ബട്ട്ലർ റോബോട്ട്. ഒരു ബട്ട്ലർ റോബോട്ടിനെ വാങ്ങി. അവൻ ഭയങ്കര എക്സൈറ്റഡ് ആയി പോയി. ആസ് സൂൺ ആസ് ഇറ്റ് അറൈവ്ഡ് it went cooking, cleaning and ironing. But the most important work it did was picking up Ricky's clothes from the floor. കുക്കിംഗ് ചെയ്യും ക്ലീനിങ്ങും അയണിങ്ങും ഒക്കെ ഓക്കെയാണ്. പക്ഷേ എന്താണ് ഏറ്റവും ചെയ്യുന്ന പണി? റിക്കിയുടെ ക്ലോത്ത്സ് എല്ലാം തറയിൽ നിന്ന് പറക്കി എല്ലാം അടുക്കി പറക്കി വെക്കുന്നതായിരുന്നു റോബോട്ടിന്റെ മെയിൻ പരിപാടി. ഓൺ ദ ഫസ്റ്റ് ഡേ എന്താ സംഭവിച്ചത്? വെൻ ഹി വെന്റ് ടു സ്ലീപ്, ഉറങ്ങിക്കിടക്കുമ്പോൾ ഹിസ് ബെഡ്റൂം വാസ് ഇൻ എ ഡിസാസ്റ്റർ സ്റ്റേറ്റ് ആസ് യൂഷ്വൽ. പഴയതുപോലെ തന്നെ ബെഡ്റൂമിന്റെ അവസ്ഥ ഡിസാസ്റ്റർ സ്റ്റേറ്റിലായിരുന്നു, മോശം രീതിയിലായിരുന്നു. ബട്ട് വെൻ ഹി വോക്ക് അപ്പ് ദ നെക്സ്റ്റ് മോർണിംഗ്, രാവിലെ ഉറക്കം എഴുന്നേറ്റപ്പോ എവറിഥിങ് വാസ് പെർഫെക്റ്റ്ലി ക്ലീൻ ആൻഡ് ടൈഡി. എല്ലാ കാര്യങ്ങളും എന്താ പെർഫെക്റ്റ്ലി ക്ലീൻ ആൻഡ് ടൈഡി. എല്ലാം അടുക്കും ചിട്ടയോട് കൂടി വെച്ചേക്കുവാണ്. റൂം എല്ലാം നല്ല ക്ലീൻ ആൻഡ് ടൈഡി. അത് ആരായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? നമ്മുടെ ബട്ട്ലർ റോബോട്ട് ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. വണ്ടർഫുൾ, ഹൗ നീറ്റ് ആൻഡ് ടൈഡി മൈ റൂം ലുക്സ്. ഒരു അത്ഭുതം തന്നെ, എന്റെ റൂം ഇത്ര വൃത്തിയായിട്ടും ടൈഡി ആയിട്ടും കാണപ്പെടുന്നു. ഹി എക്സ്ക്ലൈംഡ്. അത്ഭുതത്തോടെ റിക്കി ഇങ്ങനെ നോക്കി. ഇൻ ഫാക്ട് ഇറ്റ് വാസ് ആക്ച്വലി ടു ക്ലീൻ. റിക്കി കുഡ് നോട്ട് ഫൈൻഡ് ഹിസ് ഫേവറേറ്റ് ടീഷർട്ട് നോർ ഹിസ് ഫേവറേറ്റ് ഫുട്ബോൾ. എന്ത് കണ്ടില്ല? റിക്കിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ടീഷർട്ടും ഫുട്ബോളും നോക്കിയിട്ട് കണ്ടതേ ഇല്ല. മാ വെർ ഈസ് മൈ ടീഷർട്ട്. അമ്മേ എന്റെ ടീഷർട്ട് എവിടെയാ? വെർ ഈസ് മൈ ബോൾ. എന്റെ ബോൾ എവിടെ? ഹി പെസ്റ്റേർഡ് ഹിസ് മദർ. അമ്മയോട് ചോദിച്ചുകൊണ്ടേയിരുന്നു. ഹി കുഡ് നോട്ട് ഫൈൻഡ് ഹിസ് തിങ്സ് ഈവൻ ആഫ്റ്റർ ഹി ഹാഡ് സെർച്ച്ഡ് അപ്പ് ആൻഡ് ഡൗൺ. എല്ലാ സ്ഥലത്തും സെർച്ച് ചെയ്തിട്ടും അവന്റെ ബോളും ടീഷർട്ടും കിട്ടിയില്ല. ഹി ആസ്ക്ഡ് ഹിംസെൽഫ് വെർ കുഡ് ദേ ഹാവ് ഗോൺ. അത് എങ്ങോട്ട് പോയി? However, much he searched during the day. ആ ദിവസം മുഴുവനും ഇങ്ങനെ സെർച്ച് ചെയ്തു. Those two items did not reappear. എന്നാൽ ആ 2 ഐറ്റം മാത്രം പ്രത്യക്ഷപ്പെട്ടതേ ഇല്ല. വീണ്ടും കിട്ടിയില്ല, കയ്യിൽ കിട്ടിയില്ല. ടീഷർട്ടും ഫുട്ബോളും റിക്കിക്ക് കിട്ടിയതേ ഇല്ല. ആൻഡ് ദ സെയിം വാസ് ടു ഹാപ്പൺ വിത്ത് അതർ തിങ്സ് ടു. റിക്കി കാസ്റ്റ് എ സസ്പീഷ്യസ് ഐ ഓൺ ദ ഗ്ലീമിംഗ് ബട്ട്ലർ റോബോട്ട്. സസ്പീഷ്യസ് ഐ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇങ്ങനെ സംശയ ദൃഷ്ടിയോടുകൂടി ആരെ നോക്കി? ബട്ട്ലർ റോബോട്ടിനെ നോക്കി. ഐ തിങ്ക് ഇറ്റ്സ് ഹിസ് ഹാൻഡി വർക്ക്. ഇത് ഇവന്റെ കയ്യിരിപ്പ് കൊണ്ടാണ്. ഹി തോട്ട്. അവൻ റിക്കി ഇങ്ങനെ ചിന്തിച്ചു. എന്താണ്? എന്റെ ഈ സാധനങ്ങളെല്ലാം മിസ്സാവുന്നത് ഈ റോബോട്ടിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണെന്ന് റിക്കിക്ക് മനസ്സിലായി. ഹി ഹാസ്ഡ് എ പ്ലാൻ ടു സ്പൈ ഓൺ ദ റോബോട്ട്. അവനൊരു എന്താണ് ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കി. എന്താണ്? ഒരു സ്പൈ വർക്ക് അല്ലേ? റോബോട്ടിനെ പൊക്കാൻ വേണ്ടി അല്ലേ? റെഡ് ഹാൻഡഡ്, കൈയോടെ പിടിക്കാൻ വേണ്ടിയിട്ട് ആരാണ് ഇതെല്ലാം എടുത്ത് ഇവിടുന്ന് മാറ്റുന്നതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സീക്രട്ട് ആയിട്ടൊരു പ്ലാൻ അറേഞ്ച് ചെയ്തു. ആൻഡ് ബിഗാൻ ഫോളോയിങ് ഇറ്റ് അറൌണ്ട് ദ ഹൗസ്. ഫൈനലി ഹി കോട്ട് ഇറ്റ് റെഡ് ഹാൻഡഡ്. കൈയോടെ പിടിച്ചു. റെഡ് ഹാൻഡഡ് എന്ന് പറഞ്ഞാൽ എന്തുവാ? കൈയോടെ പിടിക്കുക. വൈൽ ഇറ്റ് വാസ് പിക്കിംഗ് അപ്പ് വൺ ഓഫ് ഹിസ് ക്ലോത്ത്സ്, റിക്കി ഫോളോഡ് ദ റോബോട്ട് വിത്തൗട്ട് മേക്കിംഗ് എ സൗണ്ട്. സൗണ്ട് ഒന്നും ഉണ്ടാക്കാതെ ഇങ്ങനെ ഫോളോ ചെയ്തു. ടു ഹിസ് സർപ്രൈസ് ഹി സോ ദ റോബോട്ട് ഫോൾഡിംഗ് ഹിസ് ടീഷർട്ട് നീറ്റ്ലി ആൻഡ് കീപ്പിംഗ് ഇറ്റ് ഓൺ എ പൈൽ ഓഫ് ക്ലോത്ത്സ് ഇൻ ദ സ്റ്റോർ റൂം. റിക്കി ഇങ്ങനെ സൗണ്ട് ഒന്നും ഉണ്ടാക്കാതെ റോബോട്ടിനെ ഇങ്ങനെ ഫോളോ ചെയ്തപ്പോൾ എന്താ കണ്ടത്? ഒരു സർപ്രൈസ് എന്ന പോലെ റോബോട്ട് നന്നായിട്ട് ടീഷർട്ടൊക്കെ നീറ്റായിട്ട് മടക്കി എവിടെ സൂക്ഷിക്കുന്നു? ക്ലോത്ത്സ് ഒക്കെ വെക്കുന്ന സ്റ്റോർ റൂമിനകത്ത്. പൈലെന്ന് പറഞ്ഞ ഒരു കൂമ്പാരം പോലെ, അതായത് നമ്മുടെ ക്ലോത്ത്സ് ഒക്കെ ഇങ്ങനെ അടുക്കി വെക്കത്തില്ലേ, അതിനാണ് പറയുന്നത്. അവിടെ കൊണ്ടുചെന്ന് റോബോട്ട് നല്ല നീറ്റായിട്ട് മടക്കി ടീഷർട്ടൊക്കെ കൊണ്ടുവന്ന് വെക്കുന്നു. അപ്പൊ റിക്കിക്ക് അത് ഇഷ്ടപ്പെടുവോ? ഇല്ല. ഹി വെൻ പെട്ടെന്ന് എന്തോ ചെയ്തു? റണ്ണിങ് ടു ഹിസ് പേരൻസിന്റെ അടുക്കലോട്ട് പോയിട്ട് എന്ന് പറഞ്ഞു, ഫാദർ ദിസ് ബട്ട്ലർ റോബോട്ട് ഈസ് ഫാൾട്ടി. ഈ ബട്ട്ലർ റോബോട്ട് തെറ്റായ കാര്യങ്ങളാണ് ഫുള്ള് ചെയ്യുന്നത് അല്ലേ? ഹി ഹാസ് ഫിൽസ് ടു മൈ തിങ്സ്. എന്റെ സാധനങ്ങളെല്ലാം മോഷ്ടിക്കുന്നുണ്ട്. ഐ തിങ്ക് ദേ പ്രോഗ്രാംഡ് ഹിം ബാഡ്ലി. എനിക്കറിയാം ഈ റോബോട്ടിനെ ബാഡ് ആയിട്ടാണ് പ്രോഗ്രാം ചെയ്തേക്കുന്നത്. ലെറ്റ് us send him off. അവനെ പറഞ്ഞുവിടൂ. അബ്സല്യൂട്ട്ലി നോട്ട്. എന്ത് പറഞ്ഞു ഫാദർ? ഒരിക്കലും ഇല്ല. ഫാദർ ഷുക്ക് ഹിസ് ഹെഡ്. തലയാട്ടിക്കൊണ്ട് പറഞ്ഞു അബ്സല്യൂട്ട്ലി നോട്ട്, പറഞ്ഞു വിടത്തില്ല. ഹി വാസ് ആൻ എക്സ്പേർട്ട് ഇൻ റോബോട്ടിക്സ്. അവന്റെ അച്ഛൻ ആരായിരുന്നു? റോബോട്ടിക്സ് എന്ന ശാസ്ത്ര മേഖലയിലെ എക്സ്പേർട്ട് ആയിരുന്നു റിക്കിയുടെ ഫാദർ.
ഹി ഹാഡ് ബീൻ ഡിലൈറ്റഡ് വിത്ത് ദ ന്യൂ ബട്ട്ലർ. അദ്ദേഹത്തിന് ഭയങ്കര ഡിലൈറ്റഡ് മീൻസ് ഹാപ്പി. അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായിരുന്നു ഇങ്ങനെ ഒരു ന്യൂ ബട്ട്ലറിനെ വാങ്ങിയത് അല്ലേ. ഇറ്റ് വാസ് എ ഡ്രീം കം ട്രൂ. അദ്ദേഹത്തിന്റെ സ്വപ്നം സഫലമായതായിരുന്നു ഈ ന്യൂ ബട്ട്ലറിനെ വാങ്ങിയത്. ബട്ട് റിക്കി വാസ് ഒബ്സ്റ്റിനേറ്റ്. റിക്കി എതിർത്തു. ഐ വാണ്ട് ടു ഗെറ്റ് റിഡ് ഓഫ് ഹിം. എ ഹീറ്റഡ് ആർഗ്യുമെന്റ് ബിറ്റ്വീൻ റിക്കി ആൻഡ് ഹിസ് ഫാദർ ഫോളോഡ്. ഒരു ചൂടൻ തർക്കം അവിടെ നടന്നു അല്ലേ. അച്ഛനും മകനും തമ്മിൽ ഈ റോബോട്ടിനെ ചൊല്ലി ഒരു വഴക്ക് നടക്കുകയാണ്. ഫാദർ, എ റോബോട്ട് ഈസ് എ വണ്ടർഫുൾ ഡിവൈസ്. റോബോട്ട് എന്ന് പറയുന്നത് ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ്. ലുക്ക് അറ്റ് ദ തിങ്സ് ഇറ്റ് ക്യാൻ ഡു. നീ കണ്ടോ എന്തെല്ലാം കാര്യങ്ങളാണ് ആ റോബോട്ട് ചെയ്യുന്നതെന്ന്. അപ്പോൾ റിക്കി എന്താ പറഞ്ഞു? ഐ ഡോണ്ട് തിങ്ക് സോ. എനിക്ക് അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. ഹി ഈസ് ഡൂയിങ് മോർ ഹാം ദാൻ ഗുഡ്. അവൻ ചെയ്യുന്നത് നല്ല കാര്യങ്ങളെക്കാളും ചീത്ത കാര്യങ്ങളാണ് ഈ റോബോട്ട് ഫുള്ള് ചെയ്യുന്നത്. യു ആർ റോങ് റിക്കി. നിനക്ക് തെറ്റുപറ്റി റിക്കി. യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ എ റോബോട്ട് വർക്ക്സ്. നിനക്കറിയില്ല ഒരു റോബോട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. റിക്കി, ഐ കാണ്ട് അഗ്രി വിത്ത് യു. എനിക്ക് യോജിക്കാനേ പറ്റില്ല. എ റോബോട്ട് വിൽ ബി എ ബിഗ് പ്രോബ്ലം ഇഫ് ഇറ്റ് ഈസ് നോട്ട് പ്രോപ്പർലി പ്രോഗ്രാംഡ്. അതിനെ പ്രോപ്പറായിട്ട് പ്രോഗ്രാം ചെയ്തില്ലെങ്കിൽ അതൊരു ബിഗ് പ്രോബ്ലം തന്നെയാണെന്ന് ആര് പറഞ്ഞു? റിക്കി പറഞ്ഞു. അച്ഛനോട് എതിർത്ത് പറഞ്ഞു. റിക്കി കെപ്റ്റ് ഓൺ കംപ്ലൈനിങ് ടു ഹിസ് പേരൻസ് അബൌട്ട് ദ റോബോട്ട് ഹൈഡിങ് തിങ്സ്. റിക്കി എന്ത് പറഞ്ഞു? കംപ്ലൈന്റ് പറഞ്ഞില്ല. എന്താ? അവന്റെ സാധനങ്ങളെല്ലാം ഈ റോബോട്ട് ഒളിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഔട്ട് വെയ്ഡ് വാട്ട് എവർ യൂസ്ഫുൾ തിങ്സ്. അവന്റെ പരിധി വിട്ട് കഴിഞ്ഞു. അവന്റെ സാധനങ്ങളെല്ലാം എടുത്ത് ഈ റോബോട്ട് ഒളിച്ചു വെക്കുന്നു എന്ന് പേരൻസിനോട് പരാതി റിക്കി പറഞ്ഞു. വൺ ഡേ, ഒരു ദിവസം എന്താ പറ്റിയത്? ദ റോബോട്ട് ഹു വാസ് വേറിംഗ് പാസ്റ്റ് ഹേർഡ് ദ ബോയ്സ് കംപ്ലൈന്റ്സ്. വേറിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചുറ്റി നടക്കത്തില്ലേ, ഒരു സൗണ്ട് കേൾപ്പിച്ചിട്ട് ഇങ്ങനെ റോബോട്ട് ഇങ്ങനെ കറങ്ങി നടക്കുമ്പോൾ ഈ ബോയുടെ കംപ്ലൈന്റ് ഇങ്ങനെ കേട്ടു. ദ റോബോട്ട് റിട്ടേൺ വിത്ത് എ പെയർ ഓഫ് റിക്കി ഷൂസ് ആൻഡ് സം ഓഫ് ഹിസ് ക്ലോത്ത്സ്. റോബോട്ട് എങ്ങനെയാ റിട്ടേൺ ചെയ്ത് വന്നത്? ഒരു ജോഡി റിക്കിയുടെ ഷൂസും ക്ലോത്ത്സും ആയിട്ടാണ് തിരികെ വന്നത്. ഹിയർ സർ. ഇതാ സർ. ഐ ഡിഡ് നോട്ട് നോ ഇറ്റ് വാസ് ബോദറിംഗ് യു സെഡ് ദ ബട്ട്ലർ ഇൻ ഹിസ് മെറ്റാലിക് വോയിസ്. എനിക്കറിയില്ലായിരുന്നു താങ്കൾ ഇത് ഇത്ര മാത്രം ബോദർ ചെയ്യുമെന്ന്. നമ്മുടെ റോബോട്ടിന്റെ വോയിസ് എന്തോ നല്ല സീറ്റ് വോയിസ് ആണോ? അല്ല, മെറ്റാലിക് വോയിസ് ആണ്. നമ്മുടെ എന്തിരൻ സിനിമയിലൊക്കെ കേട്ടിട്ടില്ലേ മെറ്റാലിക് വോയിസ്? അതാണ് റോബോട്ടിന്റെ വോയിസ് എന്ന് പറയുന്നത്. എന്താണ്? മെറ്റാലിക് വോയിസ് ആണ്. ഹി കുഡ് ഇറ്റ് നോട്ട് യു തീഫ്. യു കുഡ് ഇറ്റ് നോട്ട് യു തീഫ്. കള്ള, യു ഹാവ് ബീൻ നിക്കിംഗ് മൈ സ്റ്റഫ് ഫോർ വിസ്. ഒരാഴ്ചയായിട്ട് എന്റെ കാര്യങ്ങളൊന്നും കാണാതിരിക്കുവാണ്. നീ ഇതെല്ലാം ഹൈഡ് ചെയ്തല്ലേ, സ്റ്റീൽ ചെയ്തല്ലേ. ഹി കുഡ് ഇറ്റ് നോട്ട് യു തീഫ്. കള്ളാന്ന് റോബോട്ടിനെ വിളിക്കുവാണ് റിക്കി. ഐ ഹാഡ് സീൻ യുവർ തിങ്സ് ലൈങ് സ്കാറ്റേർഡ് ഓൺ ദ ഫ്ലോർ. ഞാൻ എന്താ കണ്ടത്? ഈ സാധനങ്ങളെല്ലാം സ്കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ചിതറി കിടക്കുക. ഈ ഫ്ലോറിൽ ഇങ്ങനെ ചിതറി കിടക്കുന്നതാണ് ഞാൻ കണ്ടത്. ഐ തോട്ട് ദാറ്റ് യു ഡിഡ് നോട്ട് നീഡ് ദം. ഞാൻ ചിന്തിച്ചു സാറിന് ഇതൊന്നും ആവശ്യമില്ല എന്നാണ് ഞാൻ ചിന്തിച്ചത്. ഐ ആം പ്രോഗ്രാംഡ് ടു കളക്ട് ഓൾ ദാറ്റ് ഈസ് നോട്ട് വാണ്ടഡ്. എന്നെ പ്രോഗ്രാം ചെയ്തേക്കുന്നത് എങ്ങനെയാണ്? ടു കളക്ട് ഓൾ ദാറ്റ് ഈസ് നോട്ട് വാണ്ടഡ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് കളഞ്ഞാൽ അത് കളക്ട് ചെയ്ത് നീറ്റായിട്ട് വെക്കാനായിട്ടാണ് എന്നെ പ്രോഗ്രാം ചെയ്തേക്കുന്നത്. അറ്റ് നൈറ്റ് ഐ സെൻഡ് ദം ടു പ്ലേസസ് വെയർ അതർ ഹ്യൂമൻസ് ക്യാൻ യൂസ് ദം. രാത്രിയിൽ ഞാൻ എന്ത് ചെയ്തു? ഈ സാധനങ്ങളെല്ലാം ആർക്കാണോ ഉപയോഗമുള്ളത് അങ്ങനെയുള്ള വ്യക്തികളിൽ ഏൽപ്പിച്ചു. ഐ ആം എ മാക്സിമം എഫിഷ്യൻസി മെഷീൻ. ഞാനൊരു മാക്സിമം എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു മെഷീൻ ആണെന്ന്. വെർ യു അൺഅവെയർ ഓഫ് ഇറ്റ്? ദ റോബോട്ട് സെറ്റ് വിത്ത് എ സർട്ടൻ പ്രൈഡ്. ഒരു വലിയൊരു പ്രൈഡോട് കൂടി പറഞ്ഞു. എന്താ പറഞ്ഞത്? ഐ ആം എ മാക്സിമം എഫിഷ്യൻസി മെഷീൻ. റിക്കി വാസ് അഷേംഡ്. റിക്കിക്ക് ഭയങ്കര നാണക്കേട് തോന്നി. ഹി ഹാഡ് സ്പെൻഡ് ഓൾ ഹിസ് ലൈഫ് ട്രീറ്റിംഗ് തിങ്സ് ആസ് ദോ ദേ വെർ യൂസ്ലെസ്. അവൻ എന്താ ചെയ്യുന്നത്? അവന്റെ ജീവിതത്തിൽ എന്താണ് അവൻ കാണിക്കുന്നത്? എല്ലാ കാര്യങ്ങളും യൂസ്ലെസ് ആയിട്ട് കളയുമല്ലേ. ആവശ്യമുള്ള കാര്യങ്ങളും ഇല്ലാത്ത കാര്യങ്ങളും ഒന്നും അവൻ, നല്ല കാര്യങ്ങളും ഒന്നും അവൻ സൂക്ഷിച്ച് വെക്കാറില്ല. ഹി കെയർഡ് ഫോർ നത്തിങ്. ഒരു കാര്യവും അവൻ ശ്രദ്ധിക്കാറില്ല. യെറ്റ് എന്നിട്ടും there were many people in the world who would have been delighted to have Ricky's things. റിക്കിയുടെ സാധനങ്ങൾ കിട്ടുമ്പോൾ സന്തോഷം ലഭിക്കുന്ന ഒരുപാട് ജനങ്ങൾ നമ്മുടെ ലോകത്ത് ഉണ്ട്. മെനി പീപ്പിൾസ് ആർ there അല്ലേ. അൺലൈക്ക് ഹിം they would have taken good care of them too. He realized that the robot was neither broken nor misprogrammed. അവസാനം എന്ത് മനസ്സിലായി റിക്കിക്ക്? റോബോട്ടിനെ മിസ്പ്രോഗ്രാം ചെയ്തതല്ല, rather it had been programmed extremely well. റോബോട്ടിനെ എക്സ്ട്രീം വെൽ ആയിട്ടാണ്, നല്ല രീതിയിലാണ് പ്രോഗ്രാം ചെയ്തേക്കുന്നതെന്ന് ആർക്ക് മനസ്സിലായി? റിക്കിക്ക് മനസ്സിലായി. റിക്കിക്ക് തന്റെ മിസ്റ്റേക്സ് എല്ലാം മനസ്സിലായി. കണ്ടോ, ഒരു ഷേക്ക് ഹാൻഡ് ഒക്കെ കൊടുക്കാനായിട്ട് നിൽക്കുന്നുണ്ടോ? റിക്കി അപ്പോൾ എന്തായി? നീറ്റ് ആൻഡ് ടൈഡി ആയി അല്ലേ. നോക്കാം. Since then,
റിക്കി ഡിസൈഡഡ് ടു ബിക്കം എ മാക്സിമം എഫിഷ്യൻസി ബോയ്. പിന്നെ റിക്കി എന്ത് തീരുമാനിച്ചു? ഞാനും റോബോട്ടിനെ പോലെ ഒരു മാക്സിമം എഫിഷ്യൻസി ബോയ് ആവണം എന്ന് റിക്കിയും തീരുമാനിച്ചു. ഹി പുട്ട് റിയൽ കെയർ ഇൻ ടു ഹൗ ഹി ട്രീറ്റഡ് ഹിസ് തിങ്സ്. പിന്നെ അവന്റെ സാധനങ്ങളെല്ലാം അവൻ എന്ത് ചെയ്തു? നന്നായിട്ട് മടക്കി നീറ്റായിട്ടും ടൈഡി ആയിട്ടും വെക്കാനും എല്ലാ കാര്യങ്ങളും കെയർ ചെയ്യാനൊക്കെ തുടങ്ങി. ഹി കെപ്റ്റ് ദം tidy and made sure he did not have more than what was necessary, and he took a leaf out of the robot's book. With his pocket money he began to help people and buy needful things for them. പിന്നെ ഇവൻ എന്താ പഠിച്ചത്? മറ്റ് പീപ്പിൾസിനെ സഹായിക്കാനും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കാനും ഒക്കെ റിക്കിയും പഠിച്ചു. റിക്കി ഇപ്പൊ എന്താണ്? ഒരു മാക്സിമം എഫിഷ്യൻസി ബോയ് ആയിട്ട് മാറി. ഇതാണ് നമ്മുടെ എ റോബോട്ട് വിത്ത് എ വൈറസ് എന്ന് പറയുന്ന സ്റ്റോറി. റൈറ്റർ ആരാണ്? ഓദർ ആരാണ്? പെഡ്രോ പാബ്ലോ സാക്രിസ്റ്റൺ. ആരാണ്? വാസ് ബോൺ ഇൻ മാഡ്രിഡ്. പെഡ്രോ പാബ്ലോ സാക്രിസ്റ്റൺ എവിടെയാണ് ജനിച്ചത്? മാഡ്രിഡ് എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ്? സ്പെയിനിലാണ്. അപ്പോ പെഡ്രോ പാബ്ലോ സാക്രിസ്റ്റൺ വാസ് ബോൺ ഇൻ മാഡ്രിഡ്, സ്പെയിൻ ഇൻ 1973. അപ്പോൾ സ്പെയിനിലുള്ള റൈറ്റർ ആണ് ആര്? പെഡ്രോ പാബ്ലോ സാക്രിസ്റ്റൺ. ഹി ഹോൾഡ്സ് എ മാസ്റ്റർ ഡിഗ്രി ഇൻ മാനേജ്മെന്റ്. അപ്പോൾ ഏതിലാണ് മാസ്റ്റർ ഡിഗ്രി ഉള്ളത്? മാനേജ്മെന്റിലാണ്. ഹിസ് പാഷൻ ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് റൈറ്റിംഗ് ലെഡ് ഹിം ടു ക്രിയേറ്റ് എ കളക്ഷൻ ഓഫ് ഷോർട്ട് സ്റ്റോറീസ് ഫോർ ചിൽഡ്രൻ ഓൺ വാല്യൂസ്. ഇദ്ദേഹം കൂടുതലും എഴുതിയിട്ടുള്ള എന്താണ്? ഷോർട്ട് സ്റ്റോറീസ് ആണ് അല്ലേ? സം ഓഫ് ഹിസ് സ്റ്റോറീസ് ഹാവ് ബീൻ കളക്ടഡ് ആസ് ആൻ ഓഡിയോ ബുക്ക് ടൈറ്റിൽ ദ പെഡ്രോ ഫാബിൾ കളക്ഷൻ. അപ്പോൾ ഇദ്ദേഹം എഴുതിയ ഷോർട്ട് സ്റ്റോറീസ് ഫുള്ളായിട്ട് എല്ലാ ഷോർട്ട് സ്റ്റോറീസും വെച്ചിട്ട് ഒരു കളക്ഷൻ ഉണ്ടായിരുന്നു. അതൊരു ഓഡിയോ ബുക്കായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ ടൈറ്റിൽ എന്താണ്? The Pedro Fable Collections. Fable means short stories. അപ്പോൾ ഷോർട്ട് സ്റ്റോറി കളക്ഷന്റെ പേരെന്താണ്? ദ പെഡ്രോ ഫാബിൾ കളക്ഷൻ. ഹിസ് ഫേമസ് ഷോർട്ട് സ്റ്റോറീസ് ഇൻക്ലൂഡ്, അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ഷോർട്ട് സ്റ്റോറീസ് ഏതൊക്കെയാണ്? റെഡ് മൂൺ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ദ ലേസി ലിറ്റിൽ ബേർഡ്, ദ മോക്കിംഗ് ടൈഗർ ആൻഡ് ദ ട്രീ ആൻഡ് ദ വെജിറ്റബിൾസ്. ഇത്രയുമാണ് അദ്ദേഹത്തിന്റെ ഷോർട്ട് സ്റ്റോറീസിൽ ഉൾപ്പെടുന്നത്. അപ്പം ഓദറിനെ കുറിച്ച് ഇത്രയൊക്കെ ഉള്ളൂ. ജസ്റ്റ് ഈ ഒരു കളക്ഷൻ ഒന്ന് നോക്കി വെച്ചിരുന്നാൽ മതി. എന്താണ് ഷോർട്ട് സ്റ്റോറിയുടെ കളക്ഷൻ? ദ പെഡ്രോ ഫാബിൾ കളക്ഷൻ. പിന്നെ അദ്ദേഹത്തിന്റെ ഷോർട്ട് സ്റ്റോറീസ് ഏതൊക്കെയാണ്? റെഡ് മൂൺ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ദ ലേസി ലിറ്റിൽ ബേർഡ് ആൻഡ് ദ മോക്കിംഗ് ടൈഗർ. ദെൻ ഒന്നുകൂടെ ഉണ്ട്, ദ ട്രീ ആൻഡ് ദ വെജിറ്റബിൾസ്. ഇത്രയുമാണ് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഷോർട്ട് സ്റ്റോറീസ് എന്ന് പറയുന്നത്. ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുന്നതായിരിക്കും. അത് മതി, അതിന്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ യൂണിറ്റ് എ റോബോട്ട് വിത്ത് എ വൈറസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിന്റെ ആക്ടിവിറ്റീസ് നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ക്ലാസ് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ദെൻ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.